ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ് റെസിപ്പിയാണ്, എഗ് കീമ. അപ്പൊ നമുക്ക് അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. എഗ് കീമ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 4 മുട്ട പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ ആ റോസ് സ്മെൽ പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വാടണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഒരു 4-5 മിനിറ്റ് ഒക്കെ എടുക്കും. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഫ്ലെയിം ഒരു ലോ ആക്കിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. വീണ്ടും ഫ്ലെയിം കൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് റോസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇനി തുറന്നു നോക്കാം. ഗ്രേവി ഒക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് ഗ്രേറ്റ് ചെയ്ത് ഇടുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി തന്നെ ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യാം. കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ സ്മാഷ് ചെയ്ത് ചേർത്താൽ മതി. അതും നല്ല ടേസ്റ്റ് ആണ്. സോ വെജിറ്റേറിയൻസിന് അങ്ങനെ ട്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. അപ്പൊ എഗ് കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, എത്ര സിമ്പിൾ ഡിഷാണ്. മടിയായിട്ടുള്ള ദിവസങ്ങളിൽ ടേസ്റ്റ് കോംപ്രമൈസ് ചെയ്യാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വെജിറ്റേറിയൻസ് ആണെങ്കിൽ പൊട്ടറ്റോ വെച്ച് ട്രൈ ചെയ്യുക. അതും നല്ല ടേസ്റ്റ് ആണ്. ചപ്പാത്തി, ചോറ്, അപ്പം എല്ലാത്തിന്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. കൂടെ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത നല്ല ടേസ്റ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.